അടുത്ത മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട 5 സംസ്ഥാനങ്ങളിൽ അസമിന് മാത്രം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIRൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ BJP പക്ഷപാതിത്വം വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലാണ് നിയമസഭകളുടെ കാലാവധി അവസാനിച്ച് ഏകദേശം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇതിൽ അസം ഒഴികെ 4 കൂടാതെ 8 ഇടങ്ങളിലാണ് SIR നടത്താൻ തീരുമാനിച്ചത്. ഇവിടെ SIR പ്രഖ്യാപിക്കുന്ന വേളയിൽ അസമിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രക്രിയ നടക്കുന്നതിനാലാണ് തീയതി നിശ്ചയിക്കാതിരുന്നതെന്നാണ് ESI കാരണം പറഞ്ഞത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ കേരളത്തിലെ SIR നടത്തുന്നതിന് ECIക്ക് പ്രയാസമുണ്ടായില്ല. കേരളത്തിൽ SIR നീട്ടിവെക്കണമെന്ന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളും SIR നടത്തേണ്ട ജീവനക്കാരുടെ സംഘടനകളും നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അത് ചെവിക്കൊള്ളാൻ ECI തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം അസമിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SR മാത്രമാണ്. അതുപ്രകാരം നിലവിലുള്ള പട്ടികയിൽ നിന്ന് വോട്ട് ഒഴിവാക്കപ്പെടില്ല. SIRൽ എന്നതുപോലെ SRൽ പ്രത്യേക ഫോറങ്ങൾ വോട്ടർ നൽകേണ്ടതില്ല. BLAക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതിയാകും. എന്നു മാത്രമല്ല, പുതിയ വോട്ട് കൂട്ടിച്ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനും BLOമാർ വീടാന്തരം കയറിയിറങ്ങി ആവശ്യമായ സഹായം നൽകുകയും ചെയ്യുമെന്നാണ് ECI അറിയിച്ചിരിക്കുന്നത്. ഇവിടെയാണ് അസമിൽ മാത്രം SIRന് പകരം SR നടത്തുന്നതിന് പിന്നിലെ ഗൂഢോദ്ദേശവും ECIയുടെ പക്ഷപാതിത്വവും വ്യക്തമാകുന്നത്. അനധികൃത കുടിയേറ്റക്കാരെയും വോട്ടർമാരെയും ഒഴിവാക്കുകയും പട്ടിക ശുദ്ധീകരിക്കുകയുമാണ് SIRന്റെ ലക്ഷ്യമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ആദ്യം അത് നടത്തേണ്ടിയിരുന്നത് അസമിലായിരുന്നു. കാരണം അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ അനധികൃത കുടിയേറ്റക്കാർ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അസം. അവിടെ ഇപ്പോൾ പ്രധാനമായും മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം ലക്ഷ്യമിട്ടാണ് പൗരത്വ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അതാകട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർത്തിയാക്കാനുമാകില്ല. അതുകൊണ്ട് ബർമ്മയിൽ നിന്നും നേപ്പാളിൽ നിന്നുമൊക്കെ അനധികൃതമായി കുടിയേറിയെത്തിയ ഇതര മതസ്ഥർക്ക് വോട്ട് ഉറപ്പിക്കുന്നതിനാണ് പൗരത്വ പരിശോധനയ്ക്ക് ശേഷം മതി SIR എന്ന് തീരുമാനിച്ചത്. അസം ഒഴികെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട 4-ൽ 3 ഇടങ്ങളിലും BJPക്ക് മുൻതൂക്കമില്ല. അതിനാൽ അവിടെയുള്ള പരമാവധി വോട്ടുകൾ വെട്ടുക എന്നത് തന്നെയാണ് തിരക്കുപിടിച്ച SIRനു പിന്നിലെ ലക്ഷ്യമെന്നതിൽ സംശയം ഉറപ്പിക്കുകയാണിവിടെ. തെരഞ്ഞെടുപ്പ് ഉള്ള മറ്റൊരു സംസ്ഥാനമായ പുതുച്ചേരിയിലെ സഖ്യഭരണത്തിൽ BJP ഉണ്ടെങ്കിലും ഭരണമുന്നണി ഘടകകക്ഷികൾ തമ്മിലടി രൂക്ഷവുമാണ്. അവിടെ പരമാവധി പേരെ പട്ടികയിൽ നിന്ന് നീക്കി BJPക്ക് ഗുണമുണ്ടാക്കുകയെന്നതും ഇതിനു പിന്നിലെ ലക്ഷ്യമാണ്. അസമിൽ SIRന് പകരം SR നടത്തുന്നത് വഴി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കൂടുതൽ വോട്ടുകൾ ചേർക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത്. പൗരത്വ പരിശോധനയുള്ള അസമിൽ അക്കാരണത്താൽ വേണ്ടെന്നു വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ പ്രധാനപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിയ കേരളത്തെ ഒഴിവാക്കിയില്ലെന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP പോഷക സംഘടനയായി അധപ്പതിച്ചിരിക്കുന്നുവെന്നതിൻ്റെ തെളിവായി മാറുന്നു.